തേടിയ പള്ളി കാറിന് കൈ കാണിച്ചു എന്ന് പറയുന്നത് പോലെയായി. നിന്നെ തേടി ഇറങ്ങിയതല്ലേ ഞാൻ. എന്താ കാര്യം? തിരിച്ചാലോചിച്ച് നോക്കൂ മഞ്ജുഷ്, കേരള സമൂഹത്തിന്റെ ഏറ്റവും വലിയ വിജയമല്ലേ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞത്? അവർ തെറ്റായ ഒരു പോസ്റ്റർ കൊണ്ടുവന്നു. 100%, ഒരുപക്ഷെ 99% സാധാരണ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതിനെ തള്ളി പറഞ്ഞു. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്നിട്ട് ഒരു മുസ്ലിം സാറിനോട് പറഞ്ഞു, ശിക്ഷിക്കൊന്നും വേണ്ട, അവൻ ഓൾറെഡി നിയമ നടപടി നേരിടണം, പക്ഷേ ഒരുപക്ഷെ ബോധപൂർവം ചെയ്തതായിരിക്കില്ല. സംശയമൊന്നുമില്ലല്ലേ? അപ്പോ കേരളത്തിന്റെ വിജയമാണ്. ബോധപൂർവം അല്ലെങ്കിൽ ഇവന്റെ ബോധം എവിടെയാണ് രാഹുൽ കിടക്കുന്നത്? എന്ത് ബോധമാണിത്? ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റി ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. അധ്യാപകനെ റോഡിലിട്ട് വെട്ടിനുറുക്കിയ നാടാണിത്. ഞാൻ എന്തുദ്ദേശത്തിലാ ബോധമില്ലാഞ്ഞിട്ടാന്ന് പറയുന്നത്? എവിടെ നിന്ന് കിട്ടി ഇതിനെ? ഇത് യഥാർത്ഥത്തിൽ ബോധപൂർവമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ ആ ഹിന്ദു മുസ്ലിം സ്പർദ്ധ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മഞ്ജുഷ് എന്റെ വാദം മുമ്പോട്ട് വെക്കട്ടെ. എന്റെ വാദം എന്താണ്? സാർ, എവനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഈ നാട്ടിലുള്ള എല്ലാ മുസ്ലിമും ക്രിസ്ത്യാനിയും വിശ്വാസികളും ഒരുമിച്ച് നിന്നതിനെ എതിർത്തു. സുഹൃത്തു കൂടിയായ ശ്രീ ആരിഫ് ഹുസൈൻ അടക്കമുള്ള മാത്രമാണ് ഇതിനെ അനുകൂലിച്ചെങ്കിലും പോസ്റ്റ് ഇട്ടത്. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. രണ്ട് വാദങ്ങളേ ഉള്ളൂ. 100% ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റും ഹിന്ദു വിശ്വാസിയും കൃഷ്ണ ഭക്തനുമാണ്. എന്റെ മോന്റെ പേര് പോലും യാഗെന്നാണ്. അതിനൊന്നും ഇല്ലേ? എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിക്കാത്തതൊരു ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മതവികാരം വ്രണപ്പെടുത്തിയെന്ന വകുപ്പ് തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. ഇതിന്റെ കൗണ്ടർ പൊസിഷൻ ഉണ്ട്. അതാണ് ശ്രീ ആരിഫ് പറയാൻ പോകുന്നത്. അതിനോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. ഞങ്ങളുടെ മറുപടി എന്താണ്? വിമർശിച്ചോളൂ, പക്ഷെ അധിക്ഷേപിക്കരുത്. പിന്നെ എന്തിനാ സാർ തൂക്കിയിട്ടുണ്ട് നടക്കാനാണോ തോക്ക്? എല്ലാ മതങ്ങളെയും ബഹുമാനത്തോടെ കാണാവൂ. മുണ്ട് മുറുക്കി കൊടുത്ത് പട്ടിണി കിടക്കാം. അടിമപ്പണി ചെയ്ത് ശീലിച്ചിട്ടില്ല. തിരിച്ചായിരുന്നു സംഭവിച്ചിരുന്നെങ്കിലേ ഈ നാട്ടിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു മഞ്ജുഷേ? ചോദിക്കേ. തെറ്റാണ്. പ്രവാചകൻ മുഹമ്മദിനെയും യേശുക്രിസ്തുവിനെയും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും എല്ലാവരെയും അപമാനിക്കുന്ന തെറ്റാണ്. എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളെ കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. അല്ല, ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിക്കുക. ഈ വിഷയത്തിൽ ഒരാളെ എതിരുള്ളൂ, അത് ശ്രീ ആരിഫാണ്. അതിന് നിനക്കെന്താണ് നഷ്ടം? താങ്കൾ അനുകൂലിക്കുകയാണോ? ഇതൊരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന രീതിയിലാണോ താങ്കൾ കാണുന്നത്? എനിക്കൊരു 72 സെക്കൻഡ് തരണം, ഞാൻ ഒന്ന് പൂർണ്ണമായിട്ട് എനിക്ക് പറയാൻ. എന്തായാലും മരണം ഉറപ്പായി. ഒന്നാമത്തെ കാര്യം, പോസ്റ്റർ, ആ പറയുന്ന പോസ്റ്റർ അത് ചെയ്തത് തെറ്റല്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് സഹിക്കാൻ പറ്റില്ല. 2, സാധാരണ മുസ്ലിമിന്റെ പേര് മുഹമ്മദ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യപേപ്പറിൽ ഒരു മുഹമ്മദ് എന്ന പേരിട്ടപ്പോൾ തന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ആവർത്തിച്ച് പറയുകയും കോടതി പോലും നിരീക്ഷിച്ചതിന് ശേഷവും അത് ആവർത്തിച്ച് പറഞ്ഞിട്ടും അല്ല, അത് മുഹമ്മദ് നബിയുടെ പേര് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണോ മുസ്ലിങ്ങൾ ഇന്നും ജോസഫ് മാഷെ കരിവാരി തേക്കുന്നത്, ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. എങ്ങനെയാണോ ഈ സുഹരിയെ പോലെയൊക്കെയുള്ള ഉസ്താദുമാർ, മാതൃഭൂമിയുടെ ഒക്കെ അവാർഡ് വാങ്ങിയിട്ടുള്ള ആളാണ്, ആ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറയുന്ന പുസ്തകം മുഖത്ത് വെച്ചിട്ട് കൊഞ്ഞനം കുത്തി ചിരിച്ചുകൊണ്ട് ഇന്നും അതിനെ ആ രീതിയിൽ അപഹസിക്കുന്ന എങ്ങനെയാണോ ആ രീതിയിൽ കുരുപൊട്ടാനുള്ള അവകാശം അത് ഹിന്ദുവിനും ഉണ്ട്. അത് ശരിയാ. ഇനി 4ാമത്തെ കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര ചിന്തകൻ അല്ലെങ്കിൽ എക്സ് മുസ്ലിം അല്ലെങ്കിൽ ഒരു ഏത്തിയിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു, മതനിന്ദാ നിയമം എന്ന് പറയുന്നത് എടുത്തു കളയേണ്ട സാധനമാണ്. 100% ഞാൻ യോജിക്കുന്നു. എന്റെ വിഷയം അതാണ്. ഇവിടെ നിങ്ങൾ കുരുപൊട്ടാനുള്ള അവകാശം അത് മുസ്ലിമിന് വെച്ചു കൊടുക്കുന്നത് പോലെ ഹിന്ദുവിനും ആ അവകാശം ഉണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കണം. രാഹുൽ ഈശ്വറിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ആ ആഴം മനസ്സിലാക്കാതെ എന്തൊക്കെയോ കേട്ടിട്ട് എന്തൊക്കെയോ പുലമ്പുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഈ കാർട്ടൂൺ ഓക്കെയാണോ? ജോസഫ് മാഷ് ആ ചോദ്യപേപ്പർ ഇട്ടത് ശരിയാണെങ്കിൽ ഇതും ശരിയാണ്. എവിടെ? ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. തെറ്റാണ്. ജോസഫ് മാഷിന്റെ ചോദ്യപേപ്പർ അത് തെറ്റല്ല, അത് കോടതി പോലും അത് തള്ളി. പുലയാടി മോനെ, നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? ഈ പറയുന്ന ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളെ നിങ്ങൾ എടുക്കുക, കൊലപാതകികളും ബലാത്സംഗികളും ഈ പിഡോഫീൽസും ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് നിങ്ങൾ എടുത്തിട്ട് അതിനകത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ പേര് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തും കാണും മുഹമ്മദ്. അതൊന്നും എനിക്കറിയാൻ മേല. അവിടെ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഈ മതനിന്ദാ നിയമം ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്നത്? ബ്രിട്ടീഷുകാർ. അത് കൊണ്ടുവന്നത്
വീണ്ടും നോക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ രക്ഷിക്കാൻ തന്നെയാണ്. നോക്ക് എന്നോട് ഞാൻ പറഞ്ഞു എന്നെ തിരുത്താൻ പറ്റരുത് കേട്ടോ. സോറി കഞ്ഞിക്ക അല്ല കുഞ്ഞിക്ക. ഉപയോഗിച്ച് അത് ഇന്ന് മറ്റുള്ള മതങ്ങൾ അത് ഉപേക്ഷിച്ചെങ്കിലും ഇപ്പോഴും അത് കൊണ്ടു നടക്കുകയും ഇന്നും ലോകത്ത് ബ്ലാസ്ഫമി നിയമം വെച്ചുകൊണ്ട് ആളുകളെ കൊലയ്ക്ക് കൊടുക്കുകയും തൂക്കി കൊല്ലുകയും ചെയ്യുന്ന ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത് എല്ലാവർക്കും സംരക്ഷണം കൊടുക്കണമെന്നാണ്. ശ്രീ ആരിഫ് പറയുന്നത് ആർക്കും സംരക്ഷണം കൊടുക്കേണ്ടതെന്നാണ്. എല്ലാവരും എന്റെ അടുത്തേക്ക് വരൂ, ഞാൻ പ്രൊട്ടക്ഷൻ തരാം. വന്നല്ലോ വനമാല, ഒരു പ്രൊട്ടക്ഷൻ തരാം. ശ്രീ മഞ്ജുഷ മനസ്സിലാക്കേണ്ടത് MF ഹുസൈന്റെ വിഷയം വന്നപ്പോ അത് കയ്യിലെടുത്ത് അല്ലെങ്കിൽ മുന്നിലെടുത്ത് ക്യാമ്പയിൻ ചെയ്തത് ഞാനാണ്. ഞങ്ങളുടെ ടീമാണ് കേരള ഹൈക്കോടതിയിൽ പോയി MF ഹുസൈന്റെ അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. അതായത് 100% ഈ വിഷയം ഒരേപോലെ എടുത്ത് രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഞങ്ങൾ പറയുന്നത് തിരിച്ചാണ്. രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം വേണ്ട, ഉത്തരവാദിത്വം. അത് അപകടമാണ്. അതായി പറയണേ. അതായിക്കോട്ടെ എന്നല്ല, അതാണ് അപകടം. എന്റെ കൺമുമ്പിൽ പോടാ. ഇവിടെ രാഹുൽ എടുക്കുന്ന പൊസിഷന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർവി ബാബു അല്ലെങ്കിൽ ഷാബു ഒക്കെ പറയുന്നതിന്റെ കാരണം നമുക്ക് മനസ്സിലാവുന്നു. അവർ വിശ്വാസികളുടെ പക്ഷത്ത് നിന്നിട്ട് കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഇവിടെ രാഹുൽ ഈശ്വർ പറയുന്നത് ജിഹാദ് വിശ്വാസിയാണ്. രാഹുൽ വിശ്വാസിയാണ്. അതെ, രാഹുൽ ഈശ്വർ വിശ്വാസിയായിരിക്കെ ഈ പറയുന്ന സംഗതി സത്യത്തിൽ ആർക്കാണ് അനുകൂലം? അത് ജിഹാദികൾക്കാണ് അനുകൂലം. അതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്കിള് പഠിക്കാഞ്ഞിട്ടല്ല, എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. ഞാൻ പറഞ്ഞുതരാം രാഹുലെ പറഞ്ഞുതരാം. രാഹുൽ കേൾക്കൂ പറഞ്ഞുതരാം. എന്താ കാര്യം എന്ന് പറഞ്ഞുതരാം. അതിനകത്തൊരു പഴമുണ്ട്, അത് വായിക്കുറ്റി കേട്ടോണ്ട്. മീശമാധവൻ ഇന്ന് ഇറങ്ങില്ലായിരുന്നു, അല്ലെങ്കിൽ നിർമാല്യം ഇന്ന് ഇവിടെ ഇറങ്ങില്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ പണ്ടത് ഇറങ്ങിയിട്ടുണ്ട്. MF ഹുസൈൻ ഇവിടെ ചിത്രം വരച്ച് വർഷങ്ങളോളം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെന്താണ് എന്റെ മനുഷ്യത്വം? അവർക്ക് കുരു പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അത് പൊട്ടുന്നതിന്റെ കാരണം എന്താ? ഈ വൺ സൈഡഡ് പ്രതികരണം കാണുമ്പോഴാണ്. കാരണം മതനിന്ദാ നിയമം ഇവിടെ ഉണ്ടെങ്കിൽ അത് ഈക്വലി അപ്ലൈ ചെയ്യണം. നിങ്ങൾ അതല്ല ഇവിടെ നടക്കുന്നത്. അത് മുസ്ലിം പക്ഷത്തുള്ള ആളുകൾക്ക് മാത്രം വെപ്പണൈസ് ചെയ്യാനുള്ള അവസരമാക്കി വെക്കുമ്പോ അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള അപ്പുറം ഇപ്പുറം ഇല്ലാത്ത ആളുകൾ നിന്നിട്ട് ഇത് പറയുമ്പോ കേൾക്കൂ രാഹുൽ ഈശ്വർ കേൾക്കൂ. രാഹുൽ ഈശ്വറിന്റെ ഇരട്ടത്താപ്പ് ഞാൻ ഇവിടെ കാണിച്ചു തരാണ്. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ഈ പറയുന്ന നിയമം ഇപ്പൊ രാഹുൽ ഈശ്വർ ഇത് പറയുമ്പോ ഇതിന്റെ ചരിത്രവും ഇതുപോലെ കുറെ ഗാന്ധിജീനെ തെറി വിളിച്ചാലൊക്കെ ഇതങ്ങ് മാറുന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊന്നും മാറില്ല. ഇതിന്റെ ചരിത്രം എന്താ? ഈ പറയുന്ന ഈ മതനിന്ദാ നിയമം ഇന്ത്യയിൽ വന്നത് അള്ളാഹുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ മതനിന്ദാ നിയമം വേണമെന്നും അതുപോലെ തന്നെ എല്ലാ മതങ്ങളെയും രക്ഷിക്കണമെന്നും പറയുമ്പോൾ ഇത് സനാതന ധർമ്മത്തിന് പോലും ഇല്ലാത്തൊരു കാഴ്ചപ്പാടാണ്. ആ സാധനമാണ് വേണമെന്ന് ഈ രാഹുൽ ഈശ്വർ പറയുമ്പോൾ സത്യത്തിൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാ? അത് ജിഹാദികളുടെ ശബ്ദമാണ്. അത് എന്റെയും ചേട്ടന്റെ ശബ്ദം ഒരേപോലെയാണെന്നുള്ള തോന്നൽ അവിടെ ഉണ്ടാക്കുന്നു. രാഹുൽ ഈശ്വർ ഒരു ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇവിടുത്തെ ചോറാടാ, ഇവിടത്തെ കപ്പിത്തന്മാരെയും എനിക്ക് സൈക്കിളടാ. ആ പണി നിർത്തുക. ഇതൊക്കെ നമ്മൾ കുറെ ആയി കാണുന്നു രാഹുലെ. ഈ പണിയൊക്കെ നമ്മൾ കുറെ ആയി കാണുന്നു. ആ പണി നിർത്തുക. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? ഇത് മതനിന്ദാ നിയമത്തിനെതിരെ പറയാൻ ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളായിട്ടുള്ള RV ബാബുവിനും ഷാബുവിന് പോലും മതനിന്ദക്കെതിരെ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ പുരോഗമനം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചെയ്യുന്നത് ജിഹാദിത്തരമാണ്. നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ജിഹാദി കൂട്ടിക്കൊടുപ്പാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഗോഡ്സെ ചെയ്തത് തെറ്റാണ്. പക്ഷെ ഇവിടെ ഈ നടക്കുന്നത് വലിയ തെറ്റാണ്. അപ്പൊ അത് ഇനിയെങ്കിലും മനസ്സിലാക്കാം. ഓക്കെ, മനസ്സ് നിറഞ്ഞു. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം വരട്ടെ. വീണ്ടും അത് കൂട്ടിക്കൊടുപ്പ് തന്നെയാണ്. അത് കൂട്ടിക്കൊടുപ്പ് തന്നെയാണ്. അതും കൂട്ടിക്കൊടുപ്പാണ്. രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരിക്കുന്നതും കൂട്ടിക്കൊടുപ്പാണ്. രണ്ടും കൂട്ടിക്കൊടുപ്പാണ്. ഇതാണ് ഭായിഷായണ്ണന്റെ കാര്യം. വെട്ടൊന്നും മുരണ്ട്. രണ്ടും കൂട്ടിക്കൊടുപ്പാണ്. രാഹുൽ ചെയ്യുന്നതും കൂട്ടിക്കൊടുപ്പാണ്. ഗോഡ്സെ ചെയ്തതും കൂട്ടിക്കൊടുപ്പാണ്. ഒരു സംശയമില്ല. ഓക്കെ, നീ പകപോക്കാണല്ലേടാ. ഒന്ന് ഹിന്ദുത്വ കൂട്ടിക്കൊടുപ്പാണെങ്കിൽ ഇവിടെ രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിഹാദി കൂട്ടിക്കൊടുപ്പാണ്. അത്രേ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. മറ്റൊന്നുണ്ട്, ആ കൺസർവേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ ഹിന്ദുക്കൾക്ക് മതവികാരമില്ലേ? ഹിന്ദുക്കൾക്ക് ഈശ്വര വിശ്വാസമില്ലേ? ഉണ്ടെന്നും അത് പൊട്ടാനുള്ള അവകാശം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. കുരു ഉണ്ടെന്നും ആ കുരു പൊട്ടി ഒലിച്ച് പഴുക്കാനുള്ള അവകാശം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. രാഹുലെ, മതം എല്ലാരും കൂടി ഒരു മിണ്ടാപ്രാണിയെ കളിയാക്കിയത്. നമ്മളെ പോലെ വകതിരിവുണ്ടായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യോ? ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്.
കുരു ഉണ്ടെങ്കിൽ അത് പൊട്ടാനുള്ള അവകാശവും അത് പഴുക്കാനുള്ള അവകാശവും അതിൽ പുഴു വരിക്കാനുള്ള അവകാശവും അത് മുസ്ലിമിന് മാത്രമല്ല അത് ഹിന്ദുവിന് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എല്ലാ വർഷവും മനുസ്മൃതി ദഹൻ ദിവസ് ആചരിക്കുന്ന ഒരു രാജ്യത്തിൽ നിന്നിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഒരു ഖുർആൻ കത്തിക്കാൻ ഒരാൾക്കും പറ്റില്ല. അത് മാത്രം പേടിയാണ്. ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ ഫൂൾ. ആരിഫ് കള്ളം പറയാണ് ഗീത കത്തിച്ചു. മനുസ്മൃതി ഒരു ഹിന്ദുവിനും സേക്രഡ് ഗ്രന്ഥമല്ല, സ്മൃതികളല്ല, നമ്മൾ ശ്രുതികളെ. അത് നമുക്ക് അംബേദ്കറെ വിളിച്ച് പറയാം. അംബേദ്കറിന്റെ നമ്പർ തന്നാൽ മതി, നമുക്ക് വിളിച്ച് പറയാം. ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയരുത്. കാരണം നൂപുർ ശർമ്മയെ പോലെ കഴിവുള്ള ഒരു കുട്ടി പറഞ്ഞു വന്നപ്പം തെറ്റിപ്പോയി. തെറ്റിപ്പോയിട്ടില്ല, അത് തെറ്റിപ്പോയിട്ടില്ല. അതൊക്കെ രാഹുൽ ഈശ്വർ അത് നുണ പറയാണ്. ഇവൻ ഭയങ്കര തമാശക്കാരനാ സാറേ. ഇപ്പൊ അടൂർ ഭാഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. നൂപുർ ശർമ്മ പറഞ്ഞ 100% ശരിയാണ്. മുഹമ്മദ് നബി 6 വയസ്സുകാരിയെ കല്യാണം കഴിച്ചതിനെ കുറിച്ച് ഞാൻ പറയേണ്ടി വരും, അല്ലെങ്കിൽ ആകാശത്തേക്ക് പറന്നുപോയതിനെ കുറിച്ച് ഞാൻ പറയേണ്ടി വരും എന്ന് പറഞ്ഞ് 2 മുസ്ലിങ്ങൾ പോലും വിശ്വസിക്കുന്ന കാര്യമാണ്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അതുകൊണ്ട് നൂപുർ ശർമ്മ പറഞ്ഞത് തെറ്റിയെന്നൊന്നും പറഞ്ഞുകൊണ്ട് വരണ്ട. ആ മാതിരി എഴുന്നള്ളിപ്പൊന്നും വേണ്ട. അപ്പോ രാഹുൽ ഈശ്വറിന്റെ നിലപാട് സത്യത്തിൽ ഗുണകരമാകുന്നത് മതനിന്ദാ നിയമങ്ങൾ ശക്തിപ്പെടണം എന്ന് പറയുമ്പോൾ അത് ഇവിടെ ഇരിക്കുന്ന 2 വിശ്വാസികൾക്ക് പോലും അങ്ങനെ അവകാശം ഇല്ലാതിരിക്കുമ്പോൾ രാഹുൽ ഈശ്വറാണ് വന്നിട്ട് പറയുന്നത് അതിവിടെ ശക്തിപ്പെടുത്തണമെന്ന്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അത് സത്യത്തിൽ ഗുണകരമാവുക ഹിന്ദുക്കൾക്കല്ല, അത് ഗുണകരമാവുക ഈ മതനിന്ദാ നിയമങ്ങളെ വെപ്പണൈസ് ചെയ്തുകൊണ്ട് ജിഹാദിസം വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ഇസ്ലാമിസ്റ്റ് ഭീകരതകൾക്ക് തന്നെയാണ് അത് വളമാവുക. അതുകൊണ്ടാണ് രാഹുൽ ഈശ്വറിന്റെ വാദം അവർക്ക് ഗുണമാകുന്നുവെന്നും അതൊരു തരം കൂട്ടിക്കൊടുപ്പാണെന്ന് ഞാൻ പറയേണ്ടി വരുന്നത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഗോഡ്സെ ചെയ്തതും കൂട്ടിക്കൊടുപ്പാണ്, രാഹുൽ ഈശ്വർ ചെയ്യുന്നതും കൂട്ടിക്കൊടുപ്പാണ്. ഓക്കെ, എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.